ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ പിറ്റേ ദിവസം തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. മറിയത്തിന്റെ വിമല ഹൃദയം സഹരക്ഷക സ്നേഹം വെളിവാക്കുന്ന ഒന്നാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഫാത്തിമ സന്ദേശത്തിന് ശേഷമാണ് ആരംഭിച്ചത്. 1917 ഫാത്തിമ ദർശനത്തിൽ പരിശുദ്ധ അമ്മ 3 കുട്ടികൾക്കും നരകത്തിന്റെ ഭീകരത കാണിച്ചു കൊടുത്തു. പരിശുദ്ധ അമ്മ അവരോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഈ ഭീകര കാഴ്ച കണ്ട് അവർ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമായിരുന്നുവെന്ന് കുട്ടികൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. നരകം ചിരിച്ചു തള്ളേണ്ട തമാശയില്ലെന്ന് പഠിപ്പിച്ച മറിയം നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകൾക്ക് ശേഷം അവളുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയും പാപപരിഹാരത്തിനായി 5 ആദ്യ ശനിയാഴ്ചകളിൽ പാപസങ്കീർത്തനം നടത്തി ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും റഷ്യയെ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുവാനും ആവശ്യപ്പെട്ടു. പരിശുദ്ധ മറിയം ലൂസിക്ക് ദർശനം നൽകിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഈശോയ്ക്ക് ലോകത്തിൽ എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് അംഗീകരിക്കുന്നവർക്ക് രക്ഷ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആ ആത്മാക്കളെ ദൈവത്തിന്റെ കിരീടം അലങ്കരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന പുഷ്പങ്ങളെപ്പോലെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ഒരു പ്രായശ്ചിത്ത ഭക്തിയാണ്. ഈശോയുടെയും മാതാവിന്റെയും ഹൃദയങ്ങൾ നേരിടുന്ന നിന്ദാപമാനങ്ങൾക്കുള്ള പരിഹാരമാണ് വിമല ഹൃദയ ഭക്തി. ഫാത്തിമയിൽ മറിയം ദർശനം നൽകിയപ്പോൾ അവൾ ഇടയ കുട്ടികളെ തന്റെ തുറന്ന കരം കാട്ടിക്കൊടുത്തു. മറിയത്തിന്റെ വലതുകൈയിൽ മുള്ളുകളാൽ തുളയ്ക്കപ്പെട്ട ഒരു ഹൃദയമായിരുന്നു. മനുഷ്യപാപങ്ങളാൽ നിന്ദനമേൽക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമായിരുന്നു അത്. ആ ഹൃദയം അനുഭവിക്കുന്ന നിന്ദനത്തിന് നിങ്ങൾ പരിഹാരം ചെയ്യണമെന്നും മറിയം ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന പാപങ്ങൾ 5 എണ്ണമാണ്. 1. മാതാവിന്റെ അമലോത്ഭവ ജനനത്തിനെതിരായ പാപങ്ങൾ, അതായത് ജന്മപാപത്തിന്റെ മാലിന്യമേക്കാതെ ജനിച്ചവളാണെന്ന് വിശ്വസിക്കാത്തവൾ. 2. മറിയത്തിന്റെ നിത്യകന്യാത്വത്തിനെതിരായ പാപങ്ങൾ, വിശുദ്ധിക്കെതിരായ പാപങ്ങൾ, അതുപോലെ യേശുവിന്റെ ജനനത്തിന് മുമ്പും ശേഷവും മറിയം കന്യകയായിരുന്നുവെന്ന് വിശ്വസിക്കാത്തവർ. 3. മറിയത്തിന്റെ ദൈവമാതൃത്വത്തിനെതിരായ പാപങ്ങൾ, പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കാത്തതും അമ്മയുടെ പ്രത്യേക പദവികൾ അംഗീകരിക്കാത്തതും. 4. കൊച്ചുകുട്ടികളെ നശിപ്പിക്കുന്നത്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. കൊച്ചുകുട്ടികളെ നശിപ്പിക്കുകയും അവർക്ക് ദുർമാതൃക നൽകുകയും അവരുടെ നിഷ്കളങ്കത നശിപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴമായി മുറിവേൽപ്പിക്കുന്നു. 5. പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളെയും രൂപങ്ങളെയും നിന്ദിക്കുന്നത്. ഈ 5 പാപങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ആഴമായി മുറിവേൽപ്പിക്കുന്ന പാപങ്ങൾ.